എന്താണ് ഏതൊക്കെ സീറ്റുകളിലാണ് RSP കഴിഞ്ഞ തവണ മത്സരിച്ചത്? നോക്കൂ, ചവറ, ഇരവിപുരം, കുന്നത്തൂർ, ആറ്റിങ്ങൽ, മട്ടന്നൂർ ഇങ്ങനെ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ 2021 RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSP മത്സരിച്ചത്. UDFിന്റെ ഭാഗമായി ഈ 5 സീറ്റുകളിൽ മത്സരിച്ച് 5 സീറ്റുകളിലും വിജയിക്കാൻ RSPക്ക് കഴിഞ്ഞില്ല. ചവറ അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. പക്ഷേ ഷിബു ബേബി ജോൺ കഴിഞ്ഞ തവണ അവിടെ പരാജയപ്പെട്ടു. വലിയ മത്സരം കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. ഇരവിപുരം അവരുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിച്ച ഇടമാണ്, ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ഇരവിപുരത്തും പരാജയമായിരുന്നു ഫലം. കുന്നത്തൂരിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല, ആറ്റിങ്ങലും താരതമ്യേന RSPക്ക് കാര്യമായ നെറ്റ്വർക്ക് ഒന്നുമില്ലാത്ത ആറ്റിങ്ങലും വലിയ പരാജയം നേരിട്ടു. മട്ടന്നൂർ ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ ശക്തി കേന്ദ്രമായ മട്ടന്നൂരിൽ സംഭവിച്ചത് തന്നെയാണ്, പരാജയമാണ് സംഭവിച്ചത്. അപ്പോൾ ഈ RSPയുടെ സീറ്റുകളുടെ കാര്യത്തിലും മാറ്റമുണ്ടാവുന്നുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സംഭവിക്കുന്നത് എന്നതുകൂടി നമുക്ക് നോക്കാം. ഇതിൽ 2 സീറ്റുകളിലാണ് മാറ്റമുണ്ടാവാൻ പോകുന്നത്. ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് മട്ടന്നൂരുമാണ്. ഈ 2 സീറ്റുകളിലും മാറ്റമുണ്ടാവും. ഈ 2 സീറ്റുകളും UDF തിരികെ എടുക്കുമെന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ. ഇതിൽ RSPയുടെ നീക്കം കൂടി ശ്രദ്ധേയമാണ്. എന്താണ് RSPയുടെ നീക്കം എന്നതുകൂടി നമുക്ക് നോക്കാം. നോക്കൂ, ആറ്റിങ്ങലിന് പകരം, അതായത് ആറ്റിങ്ങൽ വിട്ടു നൽകാം, കാരണം അവിടുത്തെ സംഘടനാ ദുർബലാവസ്ഥ RSPക്ക് കൂടി ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വിട്ടു നൽകാം. പകരം വാമനപുരം എന്ന സീറ്റ് അവർ ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന വാമനപുരം നിയമസഭാ മണ്ഡലം ഞങ്ങൾ മത്സരിക്കും. ആറ്റിങ്ങൽ വിട്ടു നൽകാം, പകരം വാമനപുരം നൽകണം. ഇതാണ് RSPയുടെ ഒരാവശ്യം. മറ്റൊന്നുകൂടിയുണ്ട്, മട്ടന്നൂരാണ്. മട്ടന്നൂരിന് പകരം അവർ ആലപ്പുഴ ജില്ലയിലെ ഒരു സുരക്ഷിത മണ്ഡലമാണ് RSP ആവശ്യപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് RSPയുടെ ആവശ്യം ഇങ്ങനെയാണ്: ഇത്തവണ തങ്ങൾ 2 സീറ്റുകൾ വിട്ടു നൽകാം, പക്ഷേ ചില ഏറ്റക്കുറച്ചിലുകൾ വേണം. 5 സീറ്റുകളിൽ 2 സീറ്റുകളിൽ മാറ്റം ഉണ്ടാക്കാൻ തയ്യാറാണ്. ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് മട്ടന്നൂരുമാണ്. പക്ഷേ ആറ്റിങ്ങലിന് പകരം വാമനപുരം മണ്ഡലം ആവശ്യപ്പെടുന്നു, തിരുവനന്തപുരത്ത് തന്നെ. അതേസമയം അവർ ആവശ്യപ്പെടുന്നത് മട്ടന്നൂർ, കണ്ണൂർ ജില്ലയിൽ കാര്യമായ സംഘടനാശേഷിയില്ലാത്ത RSPക്ക് അവിടെ മട്ടന്നൂർ വിട്ടു നൽകാം, പകരം ആലപ്പുഴ ജില്ലയിലെ UDFിൻ്റെ ഒരു സുരക്ഷിത മണ്ഡലം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇനി നോക്കൂ, RSPയിൽ ചർച്ചകൾ തുടരുകയാണ്. അവർക്ക് മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇരവിപുരത്ത് കഴിഞ്ഞ തവണ AA അസീസ് അവരുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച ഇടമാണ്. പക്ഷേ ഇത്തവണ അവിടെ മത്സരിക്കാൻ പോകുന്നത് ബാബു ദിവാകരനാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇരവിപുരത്ത് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബാബു ദിവാകരൻ എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. തീരുന്നില്ല, RSPക്ക് ഈ 5 സീറ്റുകളിലെ അവരുടെ നിലപാടുകൾക്കപ്പുറം മറ്റൊരു കളി കൂടിയുണ്ട്. അത് കൊല്ലം സീറ്റാണ്. കൊല്ലത്ത് മത്സരിക്കാൻ RSPക്ക് ആഗ്രഹമുണ്ട്. RSP കൊല്ലം സീറ്റ് ഇത്തവണ ആഗ്രഹിക്കുന്നതിന് കാരണം ഒന്നുകൂടിയുണ്ട്. ഷിബു ബേബി ജോണ് ചവറയ്ക്ക് മാറി കൊല്ലത്ത് മത്സരിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നീക്കമെന്ന് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ചവറയ്ക്ക് പകരം കൊല്ലമെന്ന RSPയുടെ ആവശ്യത്തോട് കോൺഗ്രസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ചർച്ചകൾ നടക്കുകയാണ്. കൊല്ലം വിട്ടു നൽകാനാവില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം വിട്ടുകൊടുക്കാൻ കൊല്ലം അവരെ സംബന്ധിച്ചൊരു അഭിമാന മണ്ഡലമാണ്. ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊല്ലം കോർപ്പറേഷനൊക്കെ വിജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുകൂടി തന്നെ കൊല്ലം മണ്ഡലം, M മുകേഷ് അവിടെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം മണ്ഡലം ഇത്തവണ തങ്ങൾക്ക് വിജയിച്ച് കയറാം. അതുകൊണ്ട് കൊല്ലം കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ നഷ്ടപ്പെട്ടതാണ് അവിടെ ബിന്ദു കൃഷ്ണ. അതുകൊണ്ട് കൊല്ലം ഇത്തവണ വിട്ടു നൽകാനാവില്ല. കൊല്ലത്ത് ഞങ്ങൾ തന്നെ മത്സരിക്കുമെന്ന നിലപാടുണ്ട്. അങ്ങനെയെങ്കിൽ ചവർ തന്നെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും RSPക്ക് എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം വ്യത്യസ്തമാണ്. കൊല്ലത്ത് മത്സരിക്കാനുള്ള RSPയുടെ ആഗ്രഹം തൽക്കാലം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നതാണ് നിലവിലുള്ള ചിത്രം നൽകുന്ന സൂചനകൾ. ആറ്റിങ്ങലും മട്ടന്നൂരും കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന ചില സൂചനകൾ കൂടി കോൺഗ്രസ് കേന്ദ്രങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതായത് RSP മത്സരിക്കുന്ന 5 സീറ്റുകളിൽ 3 സീറ്റുകളായിരിക്കും നൽകുക, പകരം 2 സീറ്റോ അതല്ലെങ്കിൽ 1 സീറ്റോ എങ്കിലും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം RSP പറയുന്നത് തങ്ങൾ 2 സീറ്റുകൾ വിട്ടു നൽകാം, പകരം മറ്റ് 2 മണ്ഡലങ്ങളിൽ അനുവദിക്കണമെന്നതാണ്. എന്തായാലും ഈ മാസം 14 RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേരുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ ചർച്ചകളുടെ ഒരു ആകത്തുക കൂടി വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, RSPയും നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില താല്പര്യങ്ങളും ഇടപെടലും UDF നേതൃത്വം കോൺഗ്രസ് നടത്തിയേക്കാം. അതിനപ്പുറം RSPക്ക് അവരുടെ സംഘടനാശേഷി ഇല്ലാത്ത ഇടങ്ങളിൽ സീറ്റുകൾ ഇത്തവണ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകൾ. അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം പ്രകടമാവുകയും ചെയ്യുന്നത്. എന്താണ് UDFിലെ ഈ ചർച്ചകൾ? ഇത് ഏത് രീതിയിൽ അവസാനിക്കുമെന്നത് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എനിക്കൊപ്പം